നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചേർത്തലയിലെ ബിന്ദു പത്മനാഭന്റെ തിരോധാനം വഴിത്തിരിവിലേക്ക്. ഒന്നാം പ്രതി എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. തുറവൂർ എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ 20 പവനോളം വരുന്ന തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ താൽക്കാലിക കീഴ്ശാന്തിയെ കോടതിയിൽ ഹാജരാക്കി. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചേർത്തലയിലെ ബിന്ദു പത്മനാഭന്റെ തിരോധാനം വഴിത്തിരിവിലേക്ക്. ഒന്നാം പ്രതിസ്ഥാനത്തുള്ള സെബാസ്റ്റ്യനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട ക്രൈംബ്രാഞ്ച് സംഘം ചേർത്തല മജിസ്ട്രേറ്റിന് മുന്നിൽ അപേക്ഷ സമർപ്പിച്ചു. 18 വർഷമായി കാണാതെ വന്ന കടക്കരപ്പള്ളി ആലുങ്കൽ ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിൽ വഴിത്തിരിവ്. പ്രധാന പ്രതിയായ സെബാസ്റ്റ്യനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്ന് ആവശ്യപ്പെട്ട ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറാണ് അപേക്ഷ നൽകിയത്. കേസിന്റെ വിസ്താരം 19 നടക്കും. ക്രൈംബ്രാഞ്ചിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടാവാമെന്നും അതിന്റെ അടിസ്ഥാനത്തിലാവാം നുണപരിശോധന വേണമെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടുന്നതെന്നും ബിന്ദു പത്മനാഭന്റെ സഹോദരനായ പ്രവീൺ പത്മനാഭൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പൊ കൺഫേം അവർക്ക് കാര്യം മനസ്സിലായി. ഓൾറെഡി അവർക്ക് എന്തോ മനസ്സിലായിട്ടുണ്ട്. ഇത് വേറെ എങ്ങും അല്ല, ഇതിന്റെ ഒറിജിനൽ പ്രതി ഇയാൾ തന്നെയാണ് എന്ന് അവർക്ക് വ്യക്തമായി ഒരു ധാരണ ഉണ്ടായിട്ടായിരിക്കുമല്ലോ അവർക്ക് പോയി. ഞാൻ നേരത്തെ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ പഴയൊരു കാര്യമാകുമ്പോഴത്തേക്ക് പോലീസ് വരുമ്പോഴത്തേക്ക് ആദ്യം മുതൽ തന്നെ പിന്നെ നോക്കിയല്ലേ അവർ വരും. അവർക്കൊരു കാര്യത്തിന് വ്യക്തത കൊടുക്കണോ? ആരെയും അവർക്ക് സംശയിക്കാം, ആരെയും സംശയിക്കാം. അപ്പൊ ഇവർക്കിപ്പം ഏകദേശം ഒരു ധാരണ അവർക്ക് ആയി. ഇനി അതിന്റെ കാര്യം ഒന്ന് ലിങ്ക് ചെയ്യണമെന്നാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. കഴിവും നേരത്തെ തെളിയട്ടെ. കാര്യം ഇവർ കണ്ടവാന സ്ഥലങ്ങളിൽ ഈ ടീം പോയി അന്വേഷിച്ചിട്ട് പോലും ഈ വ്യക്തി ഏതെങ്കിലും ഒരു ലോങ് പീരീഡ് നമുക്കൊരു 10 വർഷത്തേക്ക് മുമ്പോട്ട് തന്നെ ആ ഒരു കാലഘട്ടം ഈ ഒരു 2 ദിവസം ഇവിടെ താമസിക്കുന്നു, അതൊരു 5-6 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ പോലും ഇല്ല എന്ന് പറയുന്നത്. ഒരാളെങ്ങനെ നിന്നിപ്പി ആവിയായി പോകുന്ന ഒരു ഇത് നമുക്ക് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. എന്താ നല്ല രീതിയൊന്നും ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്താണ് ഇത് സംഭവിച്ചതെന്ന് അറിയാൻ ഞാനിപ്പം വർഷം 7 എന്ന് പറയുകയാണ്. എനിക്ക് ഇപ്പം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ കണ്ടില്ലേ, അവർക്ക് 100% മനസ്സിലായിട്ടുണ്ട് ഇത് കാര്യങ്ങൾക്ക് വ്യക്തവും. പക്ഷെ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ആദ്യം ഞാൻ കേസ് കൊടുത്ത ഭാഗത്ത് നല്ല രീതിയിലുള്ള ഹെൽപ്പ് എല്ലാ രാഷ്ട്രീയമാകാം പോലീസിന്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് പുള്ളി കിട്ടി. 2007 കാണാതായതെങ്കിലും 2017 ചേർത്തല പോലീസിൽ സഹോദരൻ പ്രവീൺ പരാതി നൽകുന്നത്. ആദ്യഘട്ടത്തിൽ പട്ടണക്കാട് പോലീസും പിന്നീട് കുത്തിയതോട് സിഐയും തുടർന്ന് ജില്ലാ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എ നസീമും അന്വേഷണം നടത്തി. തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. സംഭവത്തിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്ത വിവിധ ഘട്ടങ്ങളിൽ 11 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടരന്വേഷണം നടത്തിയിട്ടും ബിന്ദുവിനെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നിലവിൽ വ്യക്തതയില്ല. പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണത്തിൽ ബിന്ദു പത്മനാഭൻ 2003 മുതൽ സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും പലതവണ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ ബിന്ദു ചെന്നതായും മൊഴി ലഭിച്ചിരുന്നു. ബിന്ദുവിന്റെ പേരിൽ ഇടപ്പള്ളിയിലെ ഭൂമി വ്യാജ പ്രമാണം ഉണ്ടാക്കി കൈമാറ്റം നടത്തിയ കേസിലും സെബാസ്റ്റ്യൻ പ്രതിയായിരുന്നു. ബിന്ദു പത്മനാഭന്റെ മാതാപിതാക്കളുടെ മരണശേഷം ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് സെബാസ്റ്റ്യൻ മാത്രമായിരുന്നെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ ജീവിത പശ്ചാത്തലം ദുരൂഹമാണെന്നും വിവിധ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇയാൾ നൽകിയ മൊഴികളിൽ വ്യക്തത വരുത്താനാണ് നുണപരിശോധന നടത്തണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതെന്നും ക്രൈംബ്രാഞ്ചും വ്യക്തമാക്കി. ചേർത്തല തുറവൂർ എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ 20 പവനോളം വരുന്ന തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതിയായ താൽക്കാലിക കീഴ്ശാന്തിയെ കോടതിയിൽ ഹാജരാക്കി. തുറവൂർ എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ 20 പവന്റെ തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ താൽക്കാലിക കീഴ്ശാന്തി കൊല്ലം ഈസ്റ്റ് കല്ലട രാംനിവാസിൽ രാമചന്ദ്രൻ പോറ്റി അറസ്റ്റിലായി. എറണാകുളം ശിവക്ഷേത്രത്തിന് സമീപത്തു നിന്ന് അരൂർ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. വിഷുദിവസം വിഗ്രഹത്തിൽ ചാർത്താൻ ക്ഷേത്രം അധികൃതർ നൽകിയ തിരുവാഭരണങ്ങളുമായി രാമചന്ദ്രൻ പോറ്റി കടന്നുകളയുകയായിരുന്നു. 15 പവന്റെ ആഭരണങ്ങൾ ഫെഡറൽ ബാങ്കിന്റെ തേവര ശാഖയിൽ പ്രതി പണയപ്പെടുത്തിയെന്നും ഇതിലൂടെ ലഭിച്ച 7 ലക്ഷം രൂപ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചെന്നും പോലീസ് കണ്ടെത്തി. ബാങ്ക് ജീവനക്കാർക്ക് സംശയം തോന്നാതിരിക്കാൻ 5 പവൻ വരുന്ന കിരീടം രാമചന്ദ്രൻ പോറ്റി പണയപ്പെടുത്തിയിരുന്നില്ല. ഇത് പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ക്ഷേത്രത്തിൽ ആകെയുണ്ടായിരുന്ന 23.5 പവന്റെ തിരുവാഭരണത്തിൽ 3.5 പവൻ മോഷണം പോയിരുന്നില്ല. എന്നാൽ ഇത് മുക്കുപണ്ടമാണെന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞു. ഈ ആഭരണം രാമചന്ദ്രൻ പോറ്റി നേരത്തെ മോഷ്ടിച്ച ഫെഡറൽ ബാങ്കിന്റെ കുമ്പളങ്ങി ശാഖയിൽ പണയം വെച്ച ശേഷം ഇതേ മാതൃകയിലുള്ള മുക്കുപണ്ടം നിർമ്മിച്ച ക്ഷേത്രം ഭാരവാഹികൾക്ക് നൽകുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. വിഷു ഉത്സവത്തോടനുബന്ധിച്ച് വിഗ്രഹത്തിൽ ചാർത്താൻ 13 രാത്രിയാണ് കിരീടവും മാലയും അടങ്ങുന്ന ആഭരണങ്ങൾ ക്ഷേത്രം ദേവസ്വം അധികൃതർ രാമചന്ദ്രൻ പോറ്റിക്ക് കൈമാറിയത്.
14-ന് ഉച്ചപൂജയ്ക്ക് ശേഷം ആഭരണങ്ങൾ തിരികെ ദേവസ്വത്തിൽ എത്തിക്കാൻ ദേവസ്വം അധികൃതർ പറഞ്ഞിരുന്നുവെങ്കിലും വൈകിട്ട് നൽകാമെന്ന് പറഞ്ഞ രാമചന്ദ്രൻ പോറ്റി പിന്നീട് ഇതുമായി മുങ്ങി. വൈകിട്ട് പൂജ നടത്തുന്നതിന് മറ്റൊരു ശാന്തി എത്തിയപ്പോഴാണ് ആഭരണങ്ങൾ മോഷണം പോയ വിവരം അറിയുന്നത്. ക്ഷേത്രം ഭാരവാഹികൾ ഉടൻ അരൂർ പോലീസിൽ പരാതി നൽകി. 14-ന് വൈകിട്ട് 4-ന് ശേഷം രാമചന്ദ്രൻ പോറ്റിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയെങ്കിലും 15-ന് രാവിലെ അല്പസമയം തേവര ഭാഗത്ത് വെച്ച ഫോൺ പ്രവർത്തിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. സ്വർണം പണയം വയ്ക്കാൻ ബാങ്കിൽ എത്തിയ പ്രതി ഇതിനായി വന്ന OTP നോക്കാനാണ് ഫോൺ ഓണാക്കിയത്. ഇതോടെ പ്രതി എറണാകുളത്തുണ്ടെന്ന് തീർച്ചയാക്കിയ പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെ പ്രതി കുടുങ്ങി. രാമചന്ദ്രൻ പോറ്റിയെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കി. ടൈം ന്യൂസ്, ചേർത്തല. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ ദുഃഖവെള്ളി ആചരിച്ചു. ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. വ്യാഴാഴ്ച പെസഹ ദിനത്തിൽ ദേവാലയങ്ങളിൽ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രങ്ങളായ അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക, മുട്ടം മരിയം തീർത്ഥാടന കേന്ദ്രം, തങ്കി ഫൊറോന പള്ളി, തുറവൂർ സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയം, ചേർത്തല പള്ളിപ്പുറം സെന്റ് മേരീസ് ഫൊറോന പള്ളി എന്നിവിടങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധന, ദൈവവചന ശുശ്രൂഷ, പീഡാനുഭവ അനുസ്മരണം, കുരിശുവന്ദനം, ദിവ്യകാരുണ്യ സ്വീകരണം, കുരിശിൻ്റെ വഴി തുടർന്ന നഗരി കാണിക്കൽ, തിരുസ്വരൂപ വന്ദനം, കബറടക്കം എന്നിവയും നടന്നു. ശനിയാഴ്ച രാത്രി 10-ന് തിരി, വെള്ളം, വെഞ്ചരിപ്പ്, ദൈവവചന പ്രഘോഷണം, ആഘോഷമായ ഉയർപ്പ്, ദിവ്യബലി, പ്രദക്ഷിണം, ഉയർപ്പ്, രൂപവന്ദനം എന്നിവയും നടക്കും. ഇടവകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ യൂണിറ്റുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ പീഡാനുഭവ വായന, വിശുദ്ധ കുർബാന സ്വീകരണം, ആഘോഷമായ കുരിശിൻ്റെ വഴി, വിശുദ്ധ കുരിശ് ചുംബനം, നേർച്ചക്കഞ്ഞി വിതരണം എന്നിവയും നടന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല മുസ്ലിം സെന്റർ ജമാഅത്ത് മുത്തവല്ലിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം പോലീസ് സംരക്ഷണയിൽ പോലീസ് സാന്നിധ്യത്തിൽ തന്നെ ബലമായി താഴ്തകർത്ത അഡ്മിനിസ്ട്രേറ്റർ ഭരണം ആരംഭിച്ചു. ചേർത്തല മുസ്ലിം സെന്റർ ജമാഅത്ത് മുത്തവല്ലിക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പോലീസ് സാന്നിധ്യത്തിൽ ബലമായി താഴ്തകർത്ത അഡ്മിനിസ്ട്രേറ്റർ ഭരണം തുടങ്ങി. നിലവിൽ അങ്ങനെ നിയമ നടപടി സ്വീകരിച്ചോളൂ സുഹൃത്തെ, മതി. അല്ല, സാറിന്റെ ഒരു ഇത് നമ്മളത് ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ സാറ് 2 മാസം നിങ്ങൾ കളിപ്പിച്ചില്ലേ? സാറ് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഇന്റിമേഷൻ കൊടുത്തില്ല. പൊതുതെരഞ്ഞെടുപ്പ് നടത്താതെ വന്നതോടെ കാലാവധി കഴിയുകയും നിലവിലെ ജമാഅത്ത് കമ്മിറ്റി മുത്തവല്ലിയുമായി സഹകരിക്കാതെയും മുത്തവല്ലിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് താൽക്കാലിക അഡ്മിനിസ്ട്രേറ്റർ ഭരണം നിലവിൽ വന്നത്. ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി 21-ാം തീയതി ഇവിടെ ചാർജ് എടുക്കുകയും ചാർജ് എടുത്തതിന് ശേഷം നിലവിലുണ്ടായിരുന്ന കമ്മിറ്റി അംഗങ്ങൾ എന്നോട് ആവശ്യപ്പെടുകയും ഒരു 10 ദിവസം ഞങ്ങൾക്ക് സമയം തരണം, ഈ 10 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഈ ഉത്തരവിനെതിരെ മേൽക്കോടതിയെ അപ്പീൽ മുഖാന്തരം സമീപിക്കുകയും ഞങ്ങൾ സ്റ്റേ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ ഓഫീസിൽ വന്ന് രേഖകൾ കൈമാറുന്നതും മറ്റ് ബഹുമാനപ്പെട്ട മഹലിലെ അംഗങ്ങളോട് സംസാരിക്കുന്നതും 10 ദിവസത്തിന് ശേഷമാക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. മാന്യമായൊരു ആവശ്യമെന്ന നിലയിൽ ഞാനത് പരിഗണിക്കുകയും ബഹുമാനപ്പെട്ട വഖഫ് ബോർഡിൻ്റെ അനുമതിയോടെ തന്നെ വീണ്ടും അവരുമായി ബന്ധപ്പെടുകയും, എന്നാൽ ആയതിനു ശേഷം ആ ക്രമത്തിന് ശേഷവും അവർ മുത്തവല്ലിയുമായി സഹകരിക്കാതെയും ഞാൻ ചാർജ് എടുത്ത് ഇവിടെ ഒട്ടിച്ച നോട്ടീസ് ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുകയും മുത്തവല്ലിക്കെതിരെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കുകയും ചെയ്തു. ആയത് റമദാനിന് ശേഷം ഞാൻ വീണ്ടും അവരെ ബന്ധപ്പെടുകയും നേരിട്ട് വന്ന് സംസാരിക്കുകയും അവർ റമദാനിന് ശേഷം പെരുന്നാളും കൂടി കഴിഞ്ഞതിന് ശേഷം ഞായറാഴ്ച പൊതുയോഗം വിളിക്കാമെന്നും അവർ കമ്മിറ്റി കൂടി ആലോചിച്ച് നമ്മളെ അറിയിക്കാമെന്നും അവർ നേരിട്ട് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്ന സമയക്രമം കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടിക്രമങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. തുടർന്ന് നമ്മൾ ഇവരെ ബന്ധപ്പെട്ടപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് വഖഫ് ട്രിബ്യൂണലിലെ കേസിൻ്റെ അവസാനം വരെ ഞങ്ങൾ ഒരു കാര്യത്തിലും ഇവരുമായി സഹകരിക്കില്ല എന്ന് എന്നെ അറിയിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട വഖഫ് ബോർഡ് എനിക്ക് അനുവദിച്ച സമയം ഏകദേശം 1.5 മാസത്തോളം കഴിഞ്ഞു. ഇനിയും എനിക്ക് എൻ്റെ ചുമതലകൾ നിറവേറ്റാൻ സാധിക്കാതെ വന്നാൽ
അത് ജമാഅത്തിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഴ്ചകൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ വന്ന് ചാർജ് എടുക്കുകയും ഇനി അങ്ങോട്ട് പുതിയ പരിപാലന സമിതിയുടെ തെരഞ്ഞെടുപ്പ് വരെ ബഹുമാനപ്പെട്ട വഖഫ് ബോർഡ് നിയോഗിച്ച മുത്തവല്ലിയുടെ നിയന്ത്രണത്തിലായിരിക്കും ഈ സെൻട്രൽ ജുമാ മസ്ജിദ് പരിപാലനം നടക്കുന്നത്. ചേർത്തല മുസ്ലിം ജമാഅത്ത് പൊതുതെരഞ്ഞെടുപ്പ് ഒരു വർഷമായി നടക്കാതെ വന്നപ്പോൾ ചില അംഗങ്ങൾ വഖഫ് ബോർഡിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുക്തവല്ലിയായി ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് സജിൽ ഇബ്രാഹിമിനെ നിയമിക്കുകയായിരുന്നു. ചേർത്തല പള്ളിയുടെ ഭരണകാലാവധി എന്ന് പറയുന്നത് 2 വർഷ കാലാവധിയാണ്. എന്നാൽ 2 വർഷ കാലാവധി കഴിഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടില്ല, ഇവർ കമ്മിറ്റി വിളിക്കാത്തതിനെ തുടർന്നാണ്. അതുപോലെ തന്നെ കമ്മിറ്റി വിളിക്കില്ല, അതേപോലെ തന്നെ 10 കൊല്ലത്തേക്ക് വിളിക്കില്ല എന്ന രീതിയിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള സമീപനം കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡിൽ കേസ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇവരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുണ്ട്, നിങ്ങൾ പൊതുയോഗം വിളിക്കണം എന്ന് പലതവണ ഞങ്ങൾ നോട്ടീസ് കൊടുത്താണ്, മഹല്ലിവാസികളടങ്ങുന്ന ആൾക്കാർ നോട്ടീസ് കൊടുത്താണ്. എന്നിട്ടും ഇവർ വിളിക്കില്ല എന്ന സമീപനമാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് കേരള സംസ്ഥാന വഖഫ് ബോർഡിലേക്ക് നമ്മൾ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരോട് വഖഫ് ബോർഡ് നിരന്തരം നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കമ്മിറ്റിക്ക് നിങ്ങൾ പൊതുയോഗം വിളിക്കണമെന്ന്. കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് നമ്മൾ പരാതി കൊടുത്തതിൻ്റെ സമയത്ത് തന്നെ ഇവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ് കമ്മിറ്റി വിളിക്കണമെന്ന് പറഞ്ഞിട്ടും ഇവർ കമ്മിറ്റി വിളിക്കാൻ കൂട്ടാക്കിയില്ല. നിരന്തരം അതിനുശേഷം പിന്നെ കമ്മിറ്റി ഇവരോട് ഹാജരാകാൻ പറഞ്ഞിട്ട് പോലും ഹാജരാകാൻ ഇവർ കൂട്ടാക്കിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡ് എന്ത് ചെയ്തത്, ഇവിടെ ഒരു താൽക്കാലികമായിട്ട് ഒരു ഇൻട്രീം മുത്തവല്ലി റിട്ടേണിംഗ് ഓഫീസർ, ഇവിടെ ഇലക്ഷൻ നടക്കണം, അതായത് 2 വർഷത്തെ കാലാവധിയാണുള്ളത്. 3 വർഷമായിട്ട് ഇതുവരെയായിട്ടും തെരഞ്ഞെടുപ്പ് നടത്തുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരി 2-ാം തീയതി ചാർജ് എടുക്കാനെത്തിയ സജിനെ പള്ളി ഭാരവാഹികൾ 10 ദിവസത്തെ കാലാവധി തരണമെന്നും അതിനുള്ളിൽ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് നടക്കാതെ വന്നതോടെയാണ് വഖഫ് ബോർഡ് മുത്തവല്ലി പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയത്. ഇടക്കാല മുത്തവല്ലി ഹൈക്കോടതിയെ സമീപിക്കുകയും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയോടും ചേർത്തല സ്റ്റേഷൻ ഓഫീസറോടും മുത്തവല്ലിയുടെ പ്രവർത്തനങ്ങൾക്കും ഓഫീസിനും പൂർണ്ണവും ശക്തവുമായ പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പനാണ് ഉത്തരവ് നൽകിയത്. തുടർന്ന് വെള്ളിയാഴ്ച 12 മണിയോടെ പോലീസ് സാന്നിധ്യത്തിൽ ഓഫീസിന്റെ താഴ് പൊളിച്ച് അകത്ത് കയറി അഡ്മിനിസ്ട്രേറ്റർ ഭരണമേറ്റെടുത്തു. അതേസമയം താഴ് തകർത്ത് അകത്ത് കയറുവാനുള്ള അനുമതി ഹൈക്കോടതി നൽകിയിട്ടില്ല എന്നും ഇതിനെതിരെ ഹൈക്കോടതിയെയും വഖഫ് ട്രൈബ്യൂണലിനെയും നിയമപരമായി സമീപിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മുത്തവല്ലിക്കെതിരെ നിയമപരമായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും നിലവിൽ യാതൊരു പ്രശ്നങ്ങളില്ല എന്നും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുവാനുള്ള ചിലരുടെ ഗൂഢശ്രമങ്ങളാണ് ഇതിന് പിന്നിലെന്നും നിലവിലെ കമ്മിറ്റി ഭാരവാഹികളും പറഞ്ഞു. പള്ളിയിലെ ഇന്ദ്രമുത്തവല്ലിയായിട്ട് നിയമിതനായിട്ടുള്ള അഡ്വക്കേറ്റ് സജൽ എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെ ഫംഗ്ഷൻ നടത്തുവാനും അല്ലെന്തെങ്കിലും തരത്തിലുള്ള സ്പീച്ചുകൾ നടത്തുവാനും അദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സെക്രട്ടറിയോ പ്രസിഡന്റിനോ ഒരു ഇൻറ്റിമേഷൻ കൊടുക്കാതെ, ഒരു അറിയിപ്പ് കൊടുക്കാതെയാണ് അദ്ദേഹം ഇന്ന് ചാർജ് എടുക്കാൻ വേണ്ടി പള്ളിയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഓഫീസിൻ്റെ പ്രവർത്തനം ഇന്നില്ലായിരുന്നു, നമ്മുടെ സെക്രട്ടറി പ്രസിഡന്റ് ഇല്ലായിരുന്ന ഒരു സാഹചര്യത്തിൽ ബ്രേക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓർഡർ ഹൈക്കോടതി കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട ലോ ആൻഡ് ഓർഡർ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കാനായിട്ടുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ബ്രേക്ക് ഓപ്പൺ ചെയ്യുക എന്നുള്ളൊരു ദുരുദ്ദേശത്തോടു കൂടി പരിപാലനമായിട്ടുള്ള പള്ളിയുടെ ജമാഅത്തിൻ്റെ ഓഫീസ് തകർത്ത് അദ്ദേഹം അകത്ത് കയറുന്ന ഒരു സംവിധാനമാണ് ഇപ്പം നിലവിൽ വന്നത്. അപ്പോൾ അതിനെതിരായിട്ട് ജമാഅത്ത് പോലീസിൽ കംപ്ലൈൻറ്റ് അദ്ദേഹത്തിനെതിരെ കൊടുക്കുകയും പിന്നെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ജമാഅത്തിൻ്റെ തീരുമാനം. ടൈം ന്യൂസ് ചേർത്തല. സർക്കാർ മരുന്ന് നിർമ്മാണശാലയായ KSDPയിൽ നിന്ന് ഈ മാസം 21 മുതൽ മരുന്നുകൾ നേരിട്ട് വീടുകളിൽ എത്തിക്കും. അലോപ്പതി മരുന്നുകൾ 21 മുതൽ KSDP വീടുകളിൽ നേരിട്ടെത്തിക്കും. സർക്കാർ മരുന്ന് നിർമ്മാണശാലയായ KSDPയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മെഡിമാർട്ടിലെ ജീവനക്കാർ മുഖേനയാണ് 21 മുതൽ സ്ഥാപനത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ആദ്യഘട്ടത്തിൽ വീടുകളിൽ മരുന്നെത്തിക്കുക. KSDP ഉൽപ്പാദിപ്പിക്കുന്ന 82 മരുന്നുകൾ 50 മുതൽ 60% വരെ വിലക്കുറവിലും മറ്റ് ബ്രാൻഡ് മരുന്നുകൾ 15 മുതൽ 20% വരെ വിലക്കുറവിലുമാണ് എത്തിക്കുക. ഇതോടൊപ്പം KSDPക്ക് മുന്നിൽ ആരംഭിച്ച മെഡിമാർട്ട് ചില്ലറ മരുന്ന് വിൽപ്പന കേന്ദ്രത്തിലൂടെയും ആവശ്യക്കാർക്ക് മരുന്ന് വാങ്ങാനാവും. നീതി മെഡിക്കൽ സ്റ്റോറുകൾക്ക് സമാനമായാവും പ്രവർത്തനം. എന്നാൽ ഇവിടെ KSDPയുടെ സ്വന്തം മരുന്നുകൾ വളരെ വിലക്കുറവിൽ ലഭിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. KSDPയുടെ 50-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് മെഡിമാർട്ട് ആരംഭിച്ചത്. 3 വർഷം മുൻപ് ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത 18 കോടിയോളം രൂപ വിലയുള്ള കുത്തിവയ്പ് മരുന്നുൽപാദന യന്ത്രത്തിന്റെ പരീക്ഷണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 2000 കുപ്പി മരുന്നുകളാണ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. 100 മില്ലി മുതൽ 500 മില്ലി വരെയുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച യന്ത്രം തന്നെ പ്രത്യേക കുപ്പികളിലാക്കി പാക്ക് ചെയ്ത് സീൽ ചെയ്താണ് പുറത്തുവരിക. ആദ്യഘട്ടത്തിൽ 200 മില്ലി കുപ്പികളിലാണ് നിറയ്ക്കുന്നത്. ഇതിന് കുറച്ച് ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനവും നൽകിയിട്ടുണ്ട്. ടൈം ന്യൂസ് ആലപ്പുഴ.
മുഹമ്മയിലെ ജ്വല്ലറി ഉടമയുടെ കസ്റ്റഡി മരണത്തിൽ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സമരം ശക്തിപ്പെടുത്തുന്നു. ജ്വല്ലറി ഉടമ മുഹമ്മ പണിക്കാമ്പറമ്പിൽ രാധാകൃഷ്ണന്റെ കസ്റ്റഡി മരണത്തിൽ അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച 28-ാം തീയതി ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ശയന പ്രദക്ഷിണ സമരം നടത്തും. നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിൽ കുടുംബത്തിന് നീതി കിട്ടുമെന്ന പ്രതീക്ഷയില്ലെന്ന് ആക്ഷൻ കൗൺസിൽ ജനറൽ ബോഡി യോഗം വിലയിരുത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഗുരുതരമായ കസ്റ്റഡി മരണത്തിന് തെളിവായിട്ടും ആരോപണ വിധേയനായ കടുത്തുരുത്തി SHO ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ജോലിയെ തുടരുന്നത് നീതിയല്ല. പോലീസ് അധികാരികളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഹർജി നൽകാനും യോഗം തീരുമാനിച്ചു. നിരാലംബരായ കുടുംബത്തിന് നഷ്ടപരിഹാരവും മകൻ രതീഷിന് സർക്കാർ ജോലിയും നൽകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സമരസമിതി കൺവീനർ MK ദാസപ്പൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ KK ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അനീഷ് കൊക്കര, KK വിജയൻ, NK രാജു എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. SNDP യോഗം 490-ാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ താമരവളി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഘ രൂപീകരണ പൊതുയോഗം നടന്നു. SNDP യോഗം 490-ാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ചേർത്തല ടൗൺ താമരവളി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ജൂൺ 20 വെള്ളിയാഴ്ച രാവിലെ 7-നും 7:45-നും മധ്യേ നടത്തുന്നു. പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ നടത്തിപ്പിനായി ഇതിനു മുന്നോടിയായി സ്വാഗത സംഘ രൂപീകരണവും വിവിധ സബ് കമ്മിറ്റികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പൊതുയോഗവും നടന്നു. പ്രസിഡന്റ് PS സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം ഡയറക്ടറും പ്രതിഷ്ഠാ മഹോത്സവം ചെയർമാനുമായ അനിൽ ഇന്ത്യവരം പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും നമുക്ക് വേണ്ടത് പണമാണ്. പണമുണ്ടെങ്കിൽ മാത്രമേ പരിപാടി വിജയിപ്പിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ സൂചിപ്പിച്ച പോലെ ഏതൊരു ക്ഷേത്രത്തിന്റെ പരിപാടി വന്നു കഴിഞ്ഞാലും അതിന്റെ വിജയത്തിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് സ്ത്രീകളാണ്. അപ്പൊ നിങ്ങളുടെ വലിയ പങ്കാളിത്തം ഉണ്ടെങ്കിൽ ഈ പരിപാടി വിജയിപ്പിക്കാൻ പറ്റും. ഫണ്ട് കണ്ടെത്തുന്ന കാര്യം മറ്റ് ഭാരവാഹികൾ അത് ഏറ്റെടുക്കുകയും നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ അത് കൃത്യമായിട്ട് നടപ്പിലാക്കണം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി തന്നെ നമ്മളിന്ന് തുടർന്ന് പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ പരിപാടികളും ആഘോഷ കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പും സബ് കമ്മിറ്റിയുടെ സ്വീകരണവും ഒരുക്കി. കൺവീനർമാരായ V സന്തോഷ്, AD സതീശൻ, TK ദിനേശൻ, വനിതാ സംഘം പ്രസിഡന്റ് ഗിരിജാരാജൻ, സെക്രട്ടറി ശൈലജ സ്നേഹലാൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രതിഷ്ഠാ മഹോത്സവം ജനറൽ കൺവീനർ B പ്രസന്നൻ കൃതജ്ഞതയും സെക്രട്ടറി C സോമനാഥൻ സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. അന്യായമായ പാചകവാതക വില വർധനവിനെതിരെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഐക്യഭാരതം മേഖല വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. അന്യായമായ പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ച കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഐക്യഭാരതം മേഖല വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. ചേരുങ്കൽ ജംഗ്ഷനിലെ ആര്യാട് പഞ്ചായത്ത് SC/ST സാംസ്കാരിക മന്ദിരത്തിന് മുന്നിൽ നടന്ന അടുപ്പുകൂട്ടി സമരം CPIM ഐക്യഭാരതം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി H സുധീർലാൽ ഉദ്ഘാടനം ചെയ്തു. അന്നേരം സാധാരണപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങൾ ഊന്നി നിന്നുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കുന്നത്. അന്നേരം അവരെ എങ്ങനെയെങ്കിലും നെക്കി പിഴിയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പാചകവാതകത്തിന് ഈ വില വർധനവ് നടത്തിയിട്ടുള്ളതും. അതിന് പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ എല്ലാ സഹാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഐക്യഭാരത മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം KSKTU മാരാരിക്കുളം ഏരിയ കമ്മിറ്റി അംഗം VG കണ്ണൻ അധ്യക്ഷനായി. യൂണിയൻ മേഖലാ സെക്രട്ടറി N ഹരിലാൽ, ബീനാദാസ്, ഷീല സാബു എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ കിഴക്കേ മിത്രക്കരി ഹോളി ഫാമിലി തിരുക്കുടുംബ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന സ്മരണകളുമായി ദുഃഖവെള്ളി ആചരിച്ചു. ആലപ്പുഴ കിഴക്കേ മിത്രക്കരി ഹോളി ഫാമിലി തിരുക്കുടുംബ ദേവാലയത്തിന്റെ ഈശോയുടെ പീഡാനുഭവത്തിന്റെ സ്മരണ നിലനിർത്തി ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ 7 മണിക്ക് മാതാ കുരിശടിയിൽ നിന്ന് തുടങ്ങി 14 സ്ഥലങ്ങളിലായി 3 മണിക്കൂർ കൊണ്ടാണ് പള്ളിയിൽ എത്തിച്ചേർന്നത്. തിരുക്കർമ്മങ്ങൾ ഫാദർ ലിജോ കുഴിപ്പള്ളിയിൽ അച്ഛന്റെ നേതൃത്വത്തിൽ 100 കണക്കിന് ഇടവക ജനങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ഉച്ചഭക്ഷണമായി നേർച്ചക്കഞ്ഞിയും കുഴയും കഴിച്ച ശേഷമാണ് ദുഃഖവെള്ളി ശുശ്രൂഷയ്ക്ക് സമാപനമായത്. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുകയാണ് ഇന്നേ ദിവസം. ഈ ദിവസം കർത്താവിൻ്റെ പീഡാസഹനത്തെപ്പറ്റി ധ്യാനിച്ച് അവിടുത്തെ വേദനയോട് ചേരുവാനുള്ള വലിയൊരു ദിവസമായി തീർന്നിരിക്കുകയാണ്. കിഴക്കേ മിത്രക്കരി ഹോളി ഫാമിലി ഇടവകയിൽ ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർന്നുള്ള ശുശ്രൂഷകൾക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ്. വിശുദ്ധ സ്ലീവാ പാതയിലൂടെ കർത്താവിൻ്റെ ക്രൂശിത വഴിയിലൂടെയുള്ള യാത്ര നടത്തി ദേവാലയത്തിലെത്തി ഈശോയുടെ സന്നിധിയിലിരുന്നു കൊണ്ട്
ഉച്ചവരെയുള്ള സമയം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ട് ഉപയോഗിക്കുകയാണ്. വിശ്വാസജനം ഒന്നടങ്കം ദേവാലയത്തിലായിരുന്നുകൊണ്ട് കർത്താവിനോടുള്ള വലിയ സ്നേഹത്തെ പ്രതിയും അവിടുന്ന് അനുഭവിച്ച ദുഃഖത്തെയും വേദനയും ഓർത്തുകൊണ്ട് വിലപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ടൈം ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർത്തലയിലെ ബിന്ദു പത്മനാഭന്റെ തിരോധാനം വഴിത്തിരിവിലേക്ക്. 1-ാം പ്രതി എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. തുറവൂർ എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിലെ 20 പവനോളം വരുന്ന തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ താൽക്കാലിക കീഴ്ശാന്തിയെ കോടതിയിൽ ഹാജരാക്കി. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.